ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് കോട്ടക്കൽ ബൈപ്പാസ് ഏറ്റവും പുതിയ അപ്ഡേഷൻ കേട്ടോ. അപ്പോൾ ചെനക്കൽ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. അപ്പോൾ ചെനക്കൽ മുതൽ പാലച്ചറമ്മാട് വരെയാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ദൂരം. എടരിക്കോട്, കോട്ടക്കൽ, ചങ്കുവെട്ടി ആ ഭാഗങ്ങളൊക്കെ ആ തിരക്കൊക്കെ ഒഴിവാക്കി കോട്ടക്കൽ ബൈപ്പാസ് ഒരു 6 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ NH66 പുതിയൊരു ബൈപ്പാസ് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെയാണ് ആ വയഡറ്റ് പാലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ചെനക്കലിൽ നിന്ന് തുടങ്ങി പാലച്ചറമ്മാട് അവസാനിക്കുന്ന ഈ ചെനക്കൽ ഈ ഭാഗത്ത് സർഹിന്ദ് ഈ ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് വർക്കുകളൊക്കെ അതിവേഗത്തിൽ നടക്കുന്നുണ്ട്. അവിടെ നല്ല താഴ്ചയിലാട്ടോ, മണ്ണെടുത്ത് താഴ്ത്തി വരികയാണ്. ഏകദേശം വർക്കൊക്കെ ഈ ഭാഗത്ത് കഴിയാനായിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സോയിൽ നെയിലിങ്ങൊക്കെ ചെയ്ത് എല്ലാം ബലപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട്. ഇപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടി നമ്മൾ താഴെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ താഴെ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഈ വയഡറ്റ് പാലം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിലുള്ളൂ കേട്ടോ ഇവിടെ ഈ വയഡറ്റ്. മറ്റു സൈഡിൽ ഉയർന്ന ഭാഗമായതുകൊണ്ട് അവിടെ ഈ റോഡ് മാർഗ്ഗമാണ് കുറച്ച് ഭാഗം. അപ്പോൾ വർക്കൊക്കെ അതിവേഗത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. മഴ വരുന്നതിന് മുന്നേ ഏകദേശമൊക്കെ തീർന്നു കിട്ടിയാൽ നല്ലതായിരുന്നു. മഴ പെയ്താൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ മോശമായിരിക്കും. കാരണം അമ്മാതിരി മണ്ണും ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ബുദ്ധിമുട്ടാവും വർക്ക്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ അവിടെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഭാഗം ഉയർത്തി വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫില്ലറുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു ഭാഗം താഴ്ന്ന ഭാഗവും ഒരു ഭാഗം ഉയർന്ന ഭാഗമായതുകൊണ്ട് ഒരു സൈഡിൽ മാത്രമാണ് ഇവിടെ വയഡറ്റ് പാലം വന്നത്. ഇവിടെ ചെറിയ ഒരു അണ്ടർപാസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ അണ്ടർപാസ് അല്ല, അത്യാവശ്യം വലിയ ഒരു അണ്ടർപാസും. അപ്പോൾ അതിൻ്റെ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ബ്ലോക്ക് കട്ടകൾ വെച്ചിട്ട് അങ്ങനെ മണ്ണിട്ട് ഉയർത്തി വരികയാണ്. ഒരു സൈഡിൽ ഫില്ലറുകൾ ഉയർന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മേലെ ഗട്ടറുകളൊക്കെ സ്ഥാപിക്കാനുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും തൂണുമ്മിലാണ് ഈ വയഡറ്റ് പാലം പോകുന്നത് കേട്ടോ. ഒറ്റ തൂണുമ്മൽ അങ്ങനെ നീണ്ടു പോയി. ഏകദേശം 1 കിലോമീറ്റർ 1.1 ഇതിൻ്റെ ഒരു ദൂരം പറയുന്നത് ഇവിടുത്തെ ഈ വയഡറ്റിൻ്റെ. ഒരു അത്ഭുതം തന്നെ കേട്ടോ, ഒരു എൻജിനീയറിങ് വിസ്മയം എന്നൊക്കെ പറയാം നമുക്ക്. ഒരു സൈഡിലെ എല്ലാ സ്പാനുകൾക്കിടയിലുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി കുറച്ച് ഭാഗത്ത് ഈ സൈഡിൽ ഗട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇനി സ്പാനുകൾക്കിടയിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. രണ്ട് ഭാഗത്തും ഈ താഴെ രണ്ട് ഭാഗത്തും ഈ സർവീസ് റോഡ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പാലത്തിൻ്റെ കൂടെ ആ വർക്കും നടക്കുന്നതാണ്. അപ്പം ഇവിടം വരെയാണ് ഈ വയഡറ്റ് പാലം നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വയലാണ്. ആ വയലിൽ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട്. അപ്പം ഇവിടെ ആ കുറേ ഗട്ടറുകളൊക്കെ ഉണ്ട് അവിടെ സ്ഥാപിക്കാനുള്ള. നമ്മളതിൻ്റെ മേലെ പാലത്തിൻ്റെ മേലെ ഒന്ന് കയറി കേട്ടോ. കുറച്ച് ടാസ്ക്കാണ് പാലത്തിൻ്റെ മുകളിൽ കയറണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഒരു ആഗ്രഹം പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് കാണുമ്പോൾ താഴെ നിന്നല്ലേ കാണുന്നുള്ളൂ. മുകളിലൊന്ന് കയറി ഇതവിടെ ഈ ഗട്ടറുകളെ അത് അവരെ വണ്ടിയിലേക്ക് കയറ്റുന്ന പണിയാണ് ഇവിടെ കാണുന്നത്. ഒരു ഡോസർ വെച്ചിട്ട് ഒരു ട്രെയിലർ ഉണ്ടാക്കിയാണ്. ഗട്ടർ ട്രെയിലർ ആയിക്കപ്പോൾ ഗട്ടറുമ്മൽ ടയർ നല്ല 2 വലിയ ക്രെയിനുകൾ 100 ടണ്ണ് ഭാരം തൂക്കാൻ കഴിവുള്ള 2 ട്രെയിനുകൾ. ആ 2 ട്രെയിനും KNRCൻ്റെ തന്നെ കേട്ടോ.
നോക്കിയപ്പോൾ KNRC എന്നാണ് ആ ട്രെയിനുമ്പിലുള്ള അവരെ നെയിം ബോർഡൊക്കെ. 6 വരി പാത ഇത്ര ഹൈറ്റിലുണ്ടാവും. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പകുതി പച്ചപ്പൊക്കെ ആയിട്ട് കണ്ടിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ്. ആ പാലത്തിന് വയനാട്ട് പാലത്തിൻ്റെ ഹൈറ്റിലേക്ക് ഒരുപാട് ഗട്ടറുകളുണ്ട്. ആ ഗട്ടറുകളൊക്കെ ഇനി ഇവിടുന്ന് മാറണം, നല്ല ആ മണ്ണൊക്കെ ഇട്ട് അവർക്ക് ഉയർത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നത്. ഇങ്ങോട്ട് മുന്നോട്ട് പോന്നാലേ ഈ വയൽ പ്രദേശമാണല്ലോ. അപ്പോൾ ഇവിടെ 1-2 തോടുകളുണ്ട്. ആ തോടുകൾക്ക് കുറുകെ പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കൽവട്ടറുകൾ വേറെ ഉണ്ട്, ബോക്സ് കൽവട്ടറുകളായിട്ട് വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഒരുപാട് ക്രാഷ് ബാരിയറുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാലത്തിൻ്റെ മറ്റ് റോഡിൻ്റെയൊക്കെ ഫിനിഷിങ് വർക്കിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ നല്ല പ്രകൃതി പച്ചപ്പായിട്ടുള്ള സ്ഥലം, വയലാണ്, കൃഷി നടക്കുന്ന പ്രദേശമാണ്, നെല്ലൊക്കെ ഉണ്ടാക്കുന്ന പ്രദേശം. ശരിക്കും നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ ഒക്കെ പോകുന്ന മാതിരി തമിഴ്നാട്ടിലൊക്കെ വാഹനം ഓടിച്ച് പോകുമ്പം ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസ് വന്നതോടുകൂടി ഈ കോട്ടക്കൽ ടൗണ് ആയിട്ട് ടച്ചില്ലാതെ നമുക്ക് നേരെ ചെനക്കലിൽ നിന്ന് പാലച്ചിറമാട് ചെന്ന് കയറാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 2 ഭാഗത്തും 6 വരി പാതയുടെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് സർവീസ് റോഡ് കാണുന്നില്ല കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗം അങ്ങനെ സർവീസ് റോഡ് ഇല്ലാതെ കാണുന്നത്. തുടക്കത്തിൽ സർവീസ് റോഡുണ്ട്. അതേമാതിരി ഈ എടരിക്കോട് തിരൂർ റോഡ് വരുന്ന ആ ഭാഗത്തും സർവീസ് റോഡുണ്ട്. ഇവിടെ ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ഈ കാറ് ഓടിച്ച് പഠിക്കുക, ബൈക്ക് ഓടിച്ച് പഠിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളും ഒക്കെ അവർക്ക് നല്ല സൗകര്യമായി. ഇപ്പോൾ ഈ സ്ഥലം മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ വന്നാൽ സുഖമായിട്ട് ഡ്രൈവിങ് പഠിക്കുക. അപ്പം അങ്ങനത്തെ ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ട് 2 ഭാഗത്തും വയലുണ്ട്. ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ സർവീസ് റോഡുണ്ട് കേട്ടോ. എടരിക്കോട് നിന്ന് തിരൂർക്ക് പോകുന്ന റോഡ്, അത് അതിൻ്റെ അവിടെയാണ് ഒരു അണ്ടർപാസ് വന്നത്. നല്ല വീതിയിലാണ് കേട്ടോ അണ്ടർപാസ് കൊടുത്തത്. ഇതിന് മുമ്പ് നമ്മൾ വന്നപ്പം ഈ അണ്ടർപാസിന് മേലെ കൂടെ അപ്പുറം കടക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അണ്ടർപാസ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്താണ്. ടാറിങ് പ്രവൃത്തികൾ നടക്കാൻ അതിന് മുന്നേ ആയിട്ടുള്ള ആ ഷീറ്റ്, ഒരു കാർപ്പറ്റ് വിരിക്കുന്നുണ്ടല്ലോ, ആ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതിന് ശേഷം ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ്. എന്നാലും ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഹൈറ്റിൽ ഇനിയും മണ്ണിട്ട് പൊന്തിക്കാനുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മണ്ണ് കൊണ്ടുവരുന്നുണ്ട്. വണ്ടികൾ ഇങ്ങനെ വരിയായിട്ട് വരുന്നുണ്ട്, ടോറസ് ലോറികൾ മണ്ണായിട്ട്. അപ്പോൾ നല്ല വേഗതയിലാണ് വർക്ക് നടക്കുന്നത്. വർക്കിന് ഒരു ദിവസം പോലും ഇവർ ഒഴിവ് കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലാ ദിവസവും വർക്ക് തന്നെയാണ്. അപ്പോൾ പാലച്ചിറമാട് നിന്ന് വരുന്നേ ആ ബ്രിഡ്ജാണത് മുന്നിൽ കാണുന്നത്. അത്ര ഹൈറ്റിൽ ഇത് ഉയർന്ന് വരാണ്ട്. ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിന് കുറുകായിട്ടുള്ള ഒരു പാലം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇനി മണ്ണിട്ട് ഇനിയും പൊന്തിക്കാനുള്ള കേട്ടോ. ഇപ്പോൾ വർക്ക് ഇനിയും മഴൻ്റെ മുന്നായിട്ട് തീർന്ന് കിട്ടിയാൽ നന്നോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ പ്രയാസമായിരിക്കും ഈ വാഹനങ്ങൾക്ക് ഇതിലെ പോകാൻ. അപ്പോൾ പാലച്ചിറമാട് നിന്ന് തുടങ്ങി ഈ വയനാട്ട് പാലം അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ 2 തൂണിൽ 6 വരി പാത 3 ആയിട്ട് കടന്നു പോവുകയാണ്. നല്ല പൊടിയുണ്ട് ഈ വേനൽക്കാലം ആയതുകൊണ്ടേ. ഇപ്പം ഇവിടെയാണ് നമ്മളെ പാലച്ചിറമാട് നിന്ന് കോട്ടക്കൽക്ക് പോകുന്ന ആ ജംഗ്ഷൻ ഇവിടെയാണ്. പിന്നെ ആ വയനാട്ട് പാലം മേലെ കൂടെ പോയത് കേട്ടോ.
അതിൽ നേരെ അങ്ങനെ നമ്മൾ പാലച്ചിറമാട് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ 1-2 എസ് വളവുണ്ട് പാലച്ചിറമാട്. ആ വളവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കയറ്റവും ഇറക്കമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടുന്ന് തന്നെ ആ വയലറ്റ് പാലം കൊടുത്ത് നേരെ പോയത് കേട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ ചുവട്ടിൽ കുറേ മണ്ണ് കാണുന്നുണ്ട്. അത് ഇനി നീക്കം ചെയ്യാനുള്ളതായിരിക്കും, എന്താണ് അറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനെ അവിടെ മണ്ണ് കൂട്ടിയിടാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാണ് പാലച്ചിറമാട് ആ വലിയ എസ് വളവ്. ആ എസ് വളവ് ഒഴിവാക്കിയിട്ടാണ് ആ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പഴയ നിലവിലുള്ള ഹൈവേ കൂടെ അങ്ങോട്ട് മേലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പാലച്ചിറമാടും തൊട്ട് ചനക്കൽ വരെയുള്ള കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗമാണ്. ഇവിടെ അതിൻ്റെ അപ്രോച്ച് ആ റോഡിന് ആ ബ്രിഡ്ജിന് കണക്കായിട്ടുള്ള മണ്ണൊക്കെ ഇവിടുന്ന് അത്രയും ഭാഗം ഉയർത്തി വരുന്നുണ്ട്. സർവീസ് റോഡിൽ